അതുപോലെ ഇന്നും കട തുറന്ന് വെച്ചിട്ടുണ്ട്. കടക്കാരെയൊക്കെ ഒഴിവാക്കിയിട്ട് റെഡി ക്യാഷിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ളവരെ കടയിൽ എത്തിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടാക്കി തന്നെ. ആമേ കർത്താവേ. ചായ ഉണ്ടോ? ഓ, അകത്തേക്ക് ഇരിക്കാം. ലൈറ്റോ സ്ട്രോങ്ങോ? അത് ചേട്ടന്റെ ഇഷ്ടം. ആ, അത് കൊള്ളാം. ഒരാൾ ഇങ്ങനെ ചായ ചോദിക്കുന്നത് എന്റെ ചായക്കട ലൈഫിൽ ആദ്യമായിട്ടാ. സാർ ഈ നാട്ടിൽ ആദ്യം അല്ലയോ? ഓ, കൂപ്പിലേക്ക് പോകുന്ന വഴി ആയിരിക്കും. അതെന്താ, ഇത് കൂപ്പിലേക്കുള്ള വഴിയാണോ? അല്ല, സാധാരണ കൂപ്പ് വിളിച്ചേക്കുന്നവരാ ഈ ജാതി വണ്ടിയിലൊക്കെ ഇവിടെ വരാറേ. അല്ലാതെ ആര് വരാനാ സാറേ ഈ കാട്ടുമുക്കിൽ? ഓ, അത് ചുമ്മാ. പള്ളിക്കര എന്ന് പറഞ്ഞ ഇപ്പൊ കേരളം മുഴുവൻ ഫേമസ് അല്ലേ? ഓ, അത് ഈ കാര്യല്ല സാറേ. ഭൂമി കുലുക്കം ദുരിതാശ്വാസം എന്നൊക്കെ പറഞ്ഞ് നാണം കെട്ട രീതി ഫേമസ് ആയിട്ട് എന്നതാ കാര്യം? ഈ ഭാഗത്ത് ഒരുപാട് കരിങ്കൽ ക്വാറികൾ ഉണ്ടല്ലേ? ഉണ്ടോന്നോ? കോടതി ഉത്തരവ് കാരണം എല്ലാം നിർത്തിയിരിക്കുക. അല്ല, സാർ ഇവിടെ ആദ്യാന്ന് പറഞ്ഞു, പിന്നെ ഇതൊക്കെ എങ്ങനെ അറിയാം? ടി വിയിലുണ്ടായിരുന്നല്ലോ നിങ്ങൾ സമരം നടത്തുന്നൊക്കെ. നിങ്ങളുടെ ഒരു ലീഡർ ഉണ്ടല്ലോ, ഒരു ഗാന്ധിയൻ പിള്ള. ഓ, സാറിന്റെ ഒരു ഓർമ്മശക്തിയെ. ഒരു പ്രാവശ്യം ടി വി കണ്ടെന്ന് വെച്ച് പേരൊക്കെ ഓർത്തിരിക്കുവോ? നല്ല ചൂടുണ്ടേ. ആ, എത്രയായി? 2. ഹലോ, ഇത് വേണ്ടേ? ഇട്ടാ പിടിക്കാവോ? നിർബന്ധമാണേ നോക്കാം. പിടിച്ചോ. നേരെ പിടിക്കേ. ആ, പിടി 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 പിടി. എന്റെ കർത്താവ്. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയി. ഓമനക്കുട്ടനല്ലേ? ആണെങ്കിലെന്താ, തന്റെ മൂത്ത് കണ്ടില്ലേ? ഇത്രയും മുഴുത്തൊരു സാധനം ഇവിടെ ഇരുന്നത് കണ്ടില്ലാന്ന് വെച്ചാ എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്ത് ചെയ്യാന്ന്? എന്തും. എന്താണ് ഇയാൾ കാണിക്കുന്നത്? എന്താണ് ഈ കാണിക്കുന്നത്? ഇങ്ങോട്ട് മാറി നിൽക്കണോ? എക്സ്ക്യൂസ് മീ ഫാദർ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ സെബാസ്റ്റ്യൻ. എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഇപ്പോഴോ? കുർബാന തുടങ്ങാറായി, അതൊന്ന് കഴിഞ്ഞോട്ടെ. നോ ഫാദർ, അതുവരെ കാത്തിരിക്കാൻ എനിക്കാവില്ല. എനിക്കിപ്പോ തന്നെ കുമ്പസാരിക്കണം. പ്ലീസ് പ്ലീസ് ഫാദർ. കാര്യങ്ങളുടെ മൊത്തത്തിലുള്ള കിടപ്പ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആവാനാണ് സാധ്യത. എന്റെ ഈശോയെ, ആ പ്ലാനിങ് എങ്ങാനും പാളി ഏറെന്റെ തലയ്ക്ക് കൊണ്ടിരുന്നേലോ.
എന്നാ നാട്ടുകാർ രക്ഷപ്പെട്ടനെ. തനിക്കൊന്നുമില്ലേലും ദേഹത്തൊന്നും പറ്റിയില്ലല്ലോ. എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളുകയില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. നിന്റെ കാര്യത്തിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ആർക്കായാലും നിന്നെ കണ്ട 2 തരാൻ തോന്നും. എന്നാക്കെ ആയാലും അവൻ ആള് മുറ്റ. എന്നാ ഉന്നവാ. അയ്യോ, എന്റെ സംശയം വല്ല മനുഷ്യക്കുരങ്ങ് വേണമെന്നാ. ഡൽഹിയിലൊക്കെ ഇറങ്ങിയ പോലെ. ഒന്ന് പോടാവേ. കുരങ്ങ് പള്ളി ചെന്ന് കുമ്പസാരിക്കൂ. പിടികിട്ടി, എല്ലാം പിടികിട്ടി. ഇവിടെ വന്ന ആരാന്നാ മാൻഡ്രേക്ക്. ആദ്യം ഫാൻറ്റം വന്നു, ഇപ്പൊ മാൻഡ്രേക്ക് വന്ന്, ഇനി ലോദർ വരും. മാജിക്കാരൻ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാടാ തിളച്ച ചായ ഒറ്റ വലിക്ക് കുടിക്കുന്നേ? എന്തേ എന്നതാ ഒരു മുഴക്കം കേട്ടത്? കർത്താവ് പിന്നെയും കുലുങ്ങ വന്നു. കല്ലുപൊട്ടിയിൽ നിർത്തിയ പിന്നെ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുവായിരുന്നു. ഏയ് ഇതൊന്നും ആയിരിക്കില്ല. കോടതി വിധി മാനിക്കുക, കോറി അടച്ചുപൂട്ടുക, പള്ളിക്കരയുടെ ശാപമായ പെരുമാളിനെ അറസ്റ്റ് ചെയ്യുക, പള്ളിക്കരയുടെ ശാപമായ പെരുമാളിനെ അറസ്റ്റ് ചെയ്യുക, കോറി അടച്ചുപൂട്ടുക, കോടതി വിധി മാനിക്കുക, പള്ളിക്കരയുടെ ശാപമായ പെരുമാളിനെ അറസ്റ്റ് ചെയ്യുക, പള്ളിക്കരയുടെ ശാപമായ പെരുമാളിനെ അറസ്റ്റ് ചെയ്യുക, കോടതി വിധി മാനിക്കുക, കോറി പ്രവർത്തനം അവസാനിപ്പിക്കുക, പള്ളിക്കരയുടെ ശാപമായ പെരുമാളിനെ അറസ്റ്റ് ചെയ്യുക. പള്ളിക്കര പള്ളി വികാരി അല്ലേ അച്ചോ? സമരസമിതി കൺവീനർ ഗാന്ധിപ്പിള്ള എന്ന് വിളിക്കുന്ന പിള്ളച്ചേട്ടൻ. ആമേ കറക്റ്റ്? അതെ. ഹലോ, ഞാൻ സെബാസ്റ്റ്യൻ, പുതിയ SI. എന്താ സാറേ ഇതൊക്കെ? കോടതി ഉത്തരവ് ഇങ്ങനെ പരസ്യമായിട്ട് ലംഘിക്കാതൊക്കെ പറഞ്ഞാൽ? അയ്യോ, പിള്ളച്ചേട്ടന് തെറ്റി. ഇതാ നോക്ക്, ഇതാണ് പുതിയ കോടതി ഉത്തരവ്. സെഷൻസ് കോർട്ടിന്റെ നിരോധനം 3 മാസത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്ന് വെറുതെ തൊണ്ട കീറാതെ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള വല്ല മാർഗം ഉണ്ടോ നോക്ക്. കോടതി ഉത്തരവ് പെരുമാളിനും നിങ്ങൾക്കൊക്കെ ഒരുപോലെ ബാധകമാണ്. എന്ന് വെച്ചാ ഇനി 3 മാസത്തേക്ക് ഈ ക്വാറിക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്. ആമേ കറക്റ്റ് മിസ്റ്റർ പിള്ളൈ? കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിരിയാം. എന്താ, നമ്മൾ പിരിയുകയല്ലേ പിള്ളച്ചേട്ട? സാറിന്റെ ഇന്നത്തെ പെർഫോമൻസ് ഒന്ന് കാണണ്ടായിരുന്നു മുതലാളി. ഗാന്ധിപ്പിള്ളത ഇങ്ങനെ പെരുവരല എന്ന് പോയി. അത്ര ആൾക്കാരുടെ ഒതുക്കത്തിൽ എങ്ങനെ സാധിച്ചു സാറേ? ഈ ഭാഗത്ത് ഏതാ മർമ്മം? അല്ല ഞൊട്ടോറുമല്ലോ ആണോ സാറേ? ആരായവൻ? ആളറിഞ്ഞ് കളിക്കട ചെറ്റെ. തരപ്പടി അല്ലാത്തവന്റെ തമാശ വേണ്ട. ക്ഷമിക്കണം സാർ. என்ன சமைக்கணா உள்ள போட. ஆனாலும் உன்னுடைய முன்கோபம் என்னுடைய தொழிலுக்கு கொஞ்சம் இடைஞ்சல் தான். உனக்கு ரொம்ப வெரி ஜாஸ்தி. എന്നാ കോപ്പായാലും നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോ ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആര് വരോടോ ട്രാൻസ്ഫറും വാങ്ങി പട്ടിക്കാട്ടിലേക്ക്? ஓகே 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 ஒத்துக்கிறேன். செல்லப்பன் பிள்ளை இன்னும் 2 நாள்ல லோடோட வந்து சேர்ந்துருவான். முருகா, பள்ளியப்பா, வழியில எந்த இடைஞ்சலும் இல்லாம பத்திரமா லோட கொண்டு வந்து சேர்த்தப்பா. ഈ ബിസിനസ്സിൽ എനിക്കെന്താ ലാഭം? നിർത്ത. ഈ 3 മാസം കൊണ്ട് താൻ ഈ നാട് മുഴുവൻ വെടിവെച്ച് തകർക്കുമെന്ന് എനിക്കറിയാം. ഇപ്പൊ പൊട്ടിക്കുന്നതിന്റെ 10 ഇരട്ടി ശക്തിയുള്ള എക്സ്പ്ലോസീവ്സ് അല്ലേ ഈ ലോഡ്? എടോ പാണ്ടി, താൻ ഈ മലനാട് മുഴുവൻ പൊട്ടിച്ചെടുത്താലും എനിക്ക് നോ പ്രോബ്ലം. ഇത് മുഴുവൻ താൻ പൊട്ടിച്ചോണ്ട് പോക്കോ, ഞാൻ കണ്ണടയ്ക്കാം. പക്ഷേ എന്റെ അന്ധതയ്ക്ക് എന്താ പ്രതിഫലം? அது கொஞ்சம் கூட குறையாம ഞാൻ തരും പാസ്റ്റേൻ. ആ കളി വേണ്ട. അത്തരം ദാനങ്ങളൊക്കെ ഇപ്പൊ ഇവിടുന്ന് പോയവനെ പോലുള്ള തെണ്ടികളോട് മതി. കൂലി അതെന്റെ അവകാശമാണ്. ദാനം വേണ്ട, 50%.
ലാഭത്തിന്റെ 50%. 50%. അതെ 50%. 60 ചോദിക്കാനാ ഞാൻ വന്നത്. പക്ഷെ തന്റെ ട്രീറ്റ്മെന്റ് എനിക്ക് പിടിച്ചു. പിന്നെ താൻ പറഞ്ഞ കാട്ടുമുല്ലയുടെ മണമുള്ള മാടത്തത്ത, അതുകൊണ്ടൊക്കെയാ കുറച്ചത്. 50 മതി. അതിലൊരു ബാർഗൈനിങ് വേണ്ട. എന്താ ഗുഡ് നൈറ്റ്. முதல்ல முதலாளி, பின்ன பெருமாள், அப்புறம் பாண்டி, கடைசியா டே பெருமாள். ഇതാണ്ടാ പോലീസ്. അതെ, ഞാനൊരു അല്പം ഓവറായി. അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ മോശമായിട്ട് പെരുമാറേണ്ടി വന്നത്. വിഷമം തോന്നണ്ട, മറന്നു കളാ. പക്ഷേ 50% അതൊഴിച്ചെല്ലാം മറന്നു കളാ. എന്താ ഇത്? അതൊരു മുദ്ര, ഫാൻറ്റം മുദ്ര. ഫാൻറ്റം. പ്രധാനമായും 2 നിർദ്ദേശങ്ങളാണ് ഈ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഒന്ന്, കോടതിയുടെ അന്തിമ വിധി വരുന്നത് വരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. 2, കേസ് നടത്തുന്നതോടൊപ്പം തന്നെ ശക്തമായ പ്രക്ഷോഭണവുമായി നമ്മൾ മുന്നോട്ട് പോവുക. എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കേട്ടില്ലേ, ബോംബ് പൊട്ടുന്നത് പോലെയാ പൊട്ടുന്നത്. കോടതി വിധിച്ചു വരുമ്പോഴേക്കും നമ്മളൊന്നും ഇവിടെ കാണുകയല്ല പിള്ളേച്ച. ഇങ്ങനെ പോയാ ഈ അണക്കെട്ടിന് വലിയ ആയുസില്ല. ഇത്രയും കാലം നമ്മൾ ചെയ്തതൊക്കെ പാഴായി പോകുന്ന ഓർക്കുമ്പോഴാ. അച്ഛൻ അങ്ങനെ നിരാശപ്പെടരുത്. കോടതി ഉത്തരവിനെ മറികടന്നുകൊണ്ടുള്ള ജനകീയ പ്രക്ഷോഭം എന്നൊക്കെ പറയുമ്പോൾ അത് അഹിംസയ്ക്കും ഗാന്ധിസത്തിനും എതിരാണ്. മഹാത്മാഗാന്ധി കോടതിയെ ധിക്കരിച്ചിട്ടില്ലേ? നിസ്സഹകരണ പ്രസ്ഥാനം നിയമവ്യവസ്ഥക്കെതിരായിരുന്നില്ലേ? ഉപ്പ് സത്യാഗ്രഹം, അറസ്റ്റ് വരിക്കൽ, ജയിൽ നിറയ്ക്കൽ, നികുതി നിഷേധം, ഇതൊക്കെ നിയമലംഘനങ്ങളായിരുന്നു എന്നാണ് ഈ ഉള്ളവന്റെ ഓർമ്മ. ചെറ്റത്തര എവൻ കാണിച്ചാലും ചെറ്റത്തരം തന്നെയാ. അത് ബ്രിട്ടീഷുകാരനായാലും ശരി, ഇന്ത്യക്കാരൻ പെരുമാളായാലും ശരി. എന്റെ പിള്ളേച്ച, അവൻ ഈ കതിനാ മുഴുവൻ പൊട്ടിച്ച് അണക്കെട്ട് തീർത്ത സ്റ്റേ കൊടുത്ത കോടതിയുടെ തലയൊന്നും പോകല. ജഡ്ജിക്ക് ശമ്പളവും കിട്ടും. നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കാ. അതുകൊണ്ട് എതിർക്കണം. നിങ്ങളെ പോലെ സമരം ചെയ്യണം. ഇല്ലെങ്കിൽ കൃഷിയും കുടിയേറ്റവും ഒക്കെ അവസാനിപ്പിച്ച് ഒരു ബാണ്ടോ കെട്ടി മലയിറങ്ങേണ്ടി വരും. എടാ പൈലി, നിനക്ക് മുമ്പിൽ നിൽക്കാവോ? ഈ നാട് മുഴുവൻ നിന്റെ കൂടെ നിൽക്കും. എന്താ? ബെസ്റ്റ്. പള്ളിക്കരയുടെ വിധി പള്ളിക്കരക്കാർ അനുഭവിച്ചാൽ മതി. എനിക്ക് വേറെ ജോലിയുണ്ട്. അച്ചോ, സമരം തുടരാൻ എന്റെ തടിമെടുക്കൊന്നും വേണ്ട. ഈ പിള്ളേച്ചന്റെ വളവളപ്പൊക്കെ തന്നെ മതി. പക്ഷെ ഗാന്ധി ഗാന്ധി ആയിരിക്കണം. അടി വരുമെന്ന് കേട്ടപ്പോ ഓടിയവനല്ല മഹാത്മാഗാന്ധി. വേറെ പോലെ ഇരുന്നെങ്കിലും നീറ് പോലെ നിന്നവനാ. ഓടരുത് പിള്ളേച്ച, അങ്ങനെ പോലെ എറിഞ്ഞു പിടിച്ച് നിൽക്കണം. അതെ, അതാ അതിന്റെ ശരി. സമരം ശക്തമായി തന്നെ നമ്മൾ തുടരുന്നു. എന്താ? ആരാത്? 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 എന്നാ ദിവസം ആരാത്? എന്നതാ അവിടെ ഒച്ച കേട്ടത്? ആരാന്നറിയില്ല. പെമ്പിള്ളേരൊക്കെ ഉള്ള വീടല്ലേ? പഴയ കള്ളന്മാരും ആണോ? ആയിരിക്കും. കള്ളന്മാരിപ്പോ പള്ളിക്കരയിലോട്ട് എക്സ്കർഷൻ ആയിട്ട് വരികയല്ലേ? പുക ഇച്ചിരി കൂടുതലാണെന്നേ ഉള്ളൂ. ഇവന്റെ എഞ്ചിൻ നല്ല കണ്ടീഷനാ. പിന്നെ ഇവൻ ഇറ്റാലിയൻ അല്ലേ? വത്തിക്കാന്റെ സ്പെഷ്യൽ മേക്ക്. പണിയല്ലേ പൈലി? അച്ഛനല്ലേ പണിയാൻ പറഞ്ഞത്? വണ്ടിക്കിട്ട് പണിതാ മതി, കത്തനാരിക്കിട്ട് പണിയല്ലേ? നിനക്കെന്താടാ വത്തിക്കാനോടൊരു പുജ്ഞം? അപ്പൊ നീ നമ്മുടെ പാർട്ടി അല്ലേ? ഏത് പാർട്ടി? ബോംബെയിലൊക്കെ ഇപ്പോഴും ശിവസേനക്കാ മാർക്കറ്റ്. ഞാൻ മറ്റേ പാർട്ടിയാ. മറ്റേ പാർട്ടി? നമ്മുടെ പാർട്ടി. നമ്മുടെ പാർട്ടി? ഏത്? കേരള കോൺഗ്രസ്. ജോസൂട്ടിക്ക് ഫസ്റ്റ് പ്രൈസ്. ഇന്നോ നാളെ ഒത്തുമായിരിക്കും. നോക്കട്ടെ നോക്കട്ടെ. ഓട് പെണ്ണേ. അയ്യോ, നീ കളിക്കേ? അച്ചോ, ജോസൂട്ടിക്ക് 25,000 പ്രൈസ്. ഇച്ചായന്റെ വിവരം വല്ലതുണ്ടോ? വരുമെന്ന് പറഞ്ഞിരുന്നു. എത്തിയോ? ആള് കണ്ടാൽ ഭീകരനാണെന്ന് തോന്നുമെങ്കിലും വെറും പാവമാ. നീ കുശുമ്പും കുന്നായ്മയും എടുത്ത് ഇച്ചായന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. ഒന്ന് പോകണേ.
നിനക്കറിയാവല്ലോ, ഇച്ചായനേക്കാൾ എനിക്ക് ഈ ലോകത്ത് വലുതായിട്ട് ആരുമില്ല. നീ പോലും ഒന്നും അതിലില്ല. നീ പോലും ഒന്നും എഴുന്നിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവന്റെ മനസ്സിലിപ്പോ അത് തന്നെയാണെന്ന് എനിക്കറിഞ്ഞൂടെ. അതുകൊണ്ട് മര്യാദയ്ക്ക് ബഹുമാനിച്ച് നിന്നോണം, ഇല്ലെങ്കിൽ വിവരം അറിയും. ആ, പുള്ളിക്കാരൻ വലിയ ആഹാരപ്രിയനാണ്. ഒരുപാട് പട്ടിണി കിടന്നിട്ടുള്ളവനാ മോളെ എൻ്റെ ഇച്ചായൻ. ഇപ്പോഴും തരം കിട്ടിയ അത്താഴം മാറ്റി വയ്ക്കും. എന്തിനാണെന്നോ, അതും കൂടെ ജോസ് കുട്ടിക്കിരിക്കട്ടെ എന്ന്. നേരത്തും കാലത്തും നീ വല്ലതും വെച്ചു വിളമ്പി കൊടുക്കണം. സമയം പോലെ പള്ളിയിൽ കൊണ്ടുപോയി അച്ഛനുമായിട്ടൊന്ന് മുട്ടിച്ചു കൊടുക്കണം. രണ്ടും നല്ല കമ്പനി ആയിരിക്കും. നീ ആ കത്തിങ് തന്നെ, ഞാനൊന്ന് നോക്കട്ടെ. ഇനി അങ്ങോട്ട് പിള്ളേരുടെ പ്രേമമാകോ ചോ, നമുക്ക് വേണ്ട ഇച്ചിച്ചി നോടെ. നീ കത്ത് കുട്ടി അവിടെ നിൽക്കൂ, അവിടെ നിൽക്കുന്നേ. കലാസ്നേഹികളെ, പള്ളിക്കരയുടെ രോമാഞ്ചമായ ധിന്തിമത്തായിക്ക് ഇന്ന് വൈകിട്ട് 5 മണിക്ക് പീതാംബരന്റെ ഷാപ്പിൽ വെച്ച് നൽകുന്ന ഗംഭീര സ്വീകരണ മഹാമഹം വമ്പിച്ച വിജയമാക്കി തീർക്കുവാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. സ്വീകരണത്തിന് ശേഷം കള്ള് സൽക്കാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ആരാ ഈ പുതിയ അവതാരം? ദിംതിമത്തായി ബീഹാറിലെ ജയിലിലായിരുന്നു. ലോറി മോഷ്ടാവ. പിന്നെ ഒരു മെച്ചുള്ളത് ലൈലാൻഡ് മാത്രമേ മോഷ്ടിക്കൂ. വലിയ തെറ്റില്ലാത്തൊരു തല്ലുള്ളിയാ. നമുക്ക് പണിയാവൂ. കള്ളനും തല്ലുകൊള്ളിക്കൊക്കെ നാട്ടിൽ സ്വീകരണി. ഏതായാലും ടിക്കറ്റ് വേണ്ടാത്ത ഷോ അല്ലേ, പോയിക്കളെ. പള്ളിക്കരയുടെ രോമാഞ്ചമായ ദിംതിമത്തായി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. പിന്നിട്ട പാതയോരങ്ങളിലെല്ലാം 10,000ങ്ങളുടെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ കടന്നു വരുന്നു. സഹൃദയരെ, കലാസ്നേഹികളെ, അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ദയവ് ചെയ്ത് അലമ്പുണ്ടാക്കരുതേ. വർഷങ്ങളായി നിങ്ങൾക്ക് ആകാംക്ഷയോടെ കാത്തിരുന്ന സംപൂജ്യമായ ആ അസുലഭ മുഹൂർത്തം ഇതാ എത്തിക്കഴിഞ്ഞു. എല്ലാം റെഡിയല്ലേ? തസ്കരവീരൻ ദിംതിമത്തായിക്ക്, ദിംതിമത്തായിക്ക്, ലൈലാൻ ദിംതിമത്തായിക്ക്. മ്യൂസിക് 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 സ്റ്റാർട്ട് ചെയ്തോ. 1 2 3 4. कहने को बहुत कुछ है, मगर किससे कहो हम। दीवा जो हम दोनों में है आज गिरा तो लोगों को पता तो हमको मोहब्बत है, हमको मोहब्बत. ഇവിടെ പറയാൻ കാര്യം എടാ, ഇത്ര ആൾക്കാർ എത്തുമ്പോ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ആശാന് बहुत बहुत शुक्रिया. ഇതാരാണ് ആശാനെ? ഇതെന്റെ അസിസ്റ്റന്റ് പങ്കജാക്ഷൻ. അപ്പൊ ജയിലിൽ പോകുന്നതിന് മുമ്പ് വേറൊരാളുണ്ടായിരുന്നല്ല? അത് ഇവന്റെ അച്ഛൻ അരവിന്ദാക്ഷൻ. ഇനി ഇവനെ പോലെ വേറെ ഒരുത്തരുണ്ട്. അതെനിക്കറിയാം. ആരാ? ഫിക്സ് ആക്ഷൻ. വെടി 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 വെടി. വെടിക്കെട്ടത്ര പോരാ, എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ. ഈ മാലപ്പടക്കത്തിന് പകരം അത് തന്നെ കുറെ അങ്ങ് പൊട്ടിച്ച പോരായിരുന്നോടാ. അത് കതിനും ഗർഭം കലക്കൊന്നും അല്ല, വെടിത്തമര പെരുമാളുടെ പാറമടയില. ഓഹോ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 92-93 കാലഘട്ടത്തിൽ അപ്പോ ഈ പാണ്ടിക്ക് ഒരു ലൈലാൻഡ് ലോറി ഉണ്ടായിരുന്നുള്ളൂ, നാഷണൽ പെർമിറ്റ്. അന്നേ ഞാൻ അത് അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഈ വെടിത്തുമരി ഇവിടെ പൊട്ടില്ല. മതി മതി മതി, നിർത്ത് നിർത്ത് നിർത്ത്. പങ്കജാക്ഷ, നീ എല്ലാവരെയും അങ്ങ് സെറ്റിൽ ചെയ്ത് തരാം മോനെ. ഈ ധിംതിമത്തായിക്ക് ഒരു കോപ്പ കള്ളു തരാൻ ഇവിടെ ആരുമില്ലടാ. അങ്ങോട്ടിരിക്കാം. തെങ്ങോ പനയോ? പ്ലാവ് അവിടെ വെക്കണത്. ദിന്തിച്ചായം കഴിച്ചതിന്റെ ബാക്കിയുണ്ടെങ്കിൽ കൊടുത്താൽ മതിയുടെ അപ്പുറത്തേക്ക്. അതേത് മാൻഡ്രക്ക് ആയാലും ശരി, ഫാൻഡോ ആയാലും ശരി. ഓഹോ, അപ്പോ ഇതാണ് ഫാൻഡം. അടിവാരത്ത് വെച്ച കേട്ടിരുന്നു ഇരട്ട ചങ്കുള്ള ഫാൻഡം പൈലിയെ പറ്റി. അപ്പോഴേ തുടങ്ങിയ മോഹ ആ ചങ്കൊന്ന് പൊളിച്ച് കാണണമെന്ന്. കേട്ടതൊക്കെ സത്യാണോന്ന് അറിയണ്ടേ? അതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ താൻ പൈലിക്ക് പറ്റിയ തണ്ടി അല്ലല്ലോ മത്തായി. ജയിലിൽ നിന്ന് വരുന്ന വഴിയായതുകൊണ്ട് തൽക്കാലം തല്ലി തോപ്പിക്കാനുള്ള കപ്പാസിറ്റി ദിംതിക്കില്ല. പക്ഷേ ഞാൻ കുടിച്ചു തോപ്പിക്കും, കള്ളു കുടിച്ചു തോപ്പിക്കും. എന്തിനൊരു ക്വാളിഫയിങ് റൗണ്ട് ഇല്ലേ മത്തായി? എന്നോട് മത്സരിക്കുന്നതിന് മുമ്പ് താൻ ആ ദേവസ്വം ഒന്ന് തോപ്പിക്കും. അയ്യേ, ഈ ചീള് കേസിലോടൊന്നും കൈകോർക്കാൻ ദിംതിയെ കിട്ടില്ല. അശനെ, നീ ഇന്ന് മേടിക്കും. പൈലി, നേരിട്ടൊരു മത്സരം ഓപ്പൺ എയറിൽ. എന്താ ദിംതിയുടെ വരവൊന്ന് കൊഴുക്കട്ടെ? സമ്മതിച്ചു. ഒരു 3-3.5 ലിറ്റർ
ഇപ്പോഴേ പൈലയുടെ വയറ്റിലുണ്ട്. ഓഹോ, അത് താനൊരു ബോണസ് ആയിട്ട് വെച്ചു. നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. എന്താ? ഏറ്റു. എടാ ദേവസി, എന്തോ നീയാണ് റെഫറി. റെഫറി ഗോൾ അടിക്കരുത്. സമച്ചാ? ആ. ഓം പനയായ നമഃ, ഓം തെങ്ങായ നമഃ, ഓം ലൈലാൻ ലോറിയായ നമഃ. തുടങ്ങാം. പള്ളിക്കര പഞ്ചായത്തിനെ കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പൈലിയാശാൻ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോപ്പ നമ്പർ 5. കൈപ്പിടിയിൽ ഒതുക്കാൻ പള്ളിക്കര എന്ന കളിപ്പാട്ടമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദീപ്തിമത്തായി അടിക്കുന്നു കോപ്പ നമ്പർ 5. എനിക്ക് ദാഹിക്കുന്നു, ദാഹം തീർക്കാൻ ഈ കള്ളുപോരെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിക്കരയുടെ പൊന്നോമന പുത്രൻ ദീപ്തിമത്തായി ഇതാ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കോപ്പ നമ്പർ 5. പള്ളിക്കര പഞ്ചായത്തിലെ കള്ളുമൊത്തം കുടിച്ചു നിൽക്കുമെന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് പൈലിയാശാൻ അടിക്കുന്നു. കോപ്പ നമ്പർ 6. ഉള്ളവരെയല്ല കള്ളുകൂടി ഇനി അടിച്ചാൽ നീ മത്താമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൈലിയാശാൻ അടിച്ചിരിക്കുന്നു. കോപ്പ 6. ചത്താലും ശരി മത്താവൂലെന്ന മുദ്രാവാക്യവുമായി മണിമത്തൂരിലെ മാർക്കോസിന്റെ മകൻ മത്തായി അടിക്കുന്നു കോപ്പ നമ്പർ 6. മത്താണ് ഇനി അടിച്ചാൽ നീ മയ്യത്താവും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പൈലിയാശാൻ അടിക്കുന്നു. കോപ്പ നമ്പർ 7. പള്ളിക്കരയ്ക്ക് വേണ്ടി വാളുപണിയും 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 വാളുപണിയും. ആശാനെ തോറ്റു കൊടുക്കരുത്, ആശാനെ തോറ്റു കൊടുക്കരുത്, ആശാനെ വീഴരുത്, ആശാനെ പ്ലീസ്. അങ്ങനെ പിടിക്കും, അങ്ങനെ പിടിക്കും, അങ്ങനെ പിടിക്കും. അടിക്കാശനെ പുല്ലാണ് പുല്ലാണ് പൈലി പുല്ലാണ് 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 പൈലി പുല്ലാണ്. പിടിച്ചോ പിടിച്ചോ. കർത്താവേ, മത്തായി ഇതാ വരുന്നേ. എന്താ ഇവിടെ പണ്ടാറടങ്ങാൻ ഈ കത്തനാരി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത ആരാണ്? കർത്താവേ, ഇതെന്റെ കൊച്ചച്ഛനല്ലേ? എന്റെ ദൈവമേ, ഞാൻ രാവിലെ അവിടെ നിന്ന് പോരുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്ന മനുഷ്യനാ. അങ്ങേരുതാണ്ട് ഉച്ച തിരിഞ്ഞപ്പോ മെത്രാനായിട്ട് നിൽക്കുന്നു. ഇതെന്നാ മറിമായമാ എന്റെ കർത്താവേ. താണ്ട് ആ കൈ ഒന്ന് കൊണ്ടുവന്നേ, ഞാൻ ആ മോതിരം ഒന്ന് മുത്തട്ടെ. പുതിയ മെത്രാന്മാരുടെ കൈ ആദ്യമായിട്ട് മുത്തുന്നവർക്ക് വിചാരിക്കുന്ന കാര്യം സാധിക്കുന്ന വിശ്വാസം. അല്ല, കൈ ഒന്ന് കൊണ്ടുവന്നേ, മുത്തട്ടെ. എന്റെ തമ്പരാനെ, എന്റെ ജോസൂട്ടിനെ അവന്റെ പെണ്ണിനെ നീ നോക്കിക്കൊള്ളേ. എന്റെ പൈലി പൈലി
എന്താടാ? ഒന്നുമില്ല. സെബാസ്റ്റ്യൻ, stop it. ഒന്നും സംഭവിക്കില്ലടോ പെരുമാളെ. ഈ സെബാസ്റ്റ്യൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒന്നും സംഭവിക്കില്ല. சும்மா பைத்திய மாதிரி பேசாத. லட்சங்களோட சரக்கான இது பாரு, காசு பெருமாளுக்கு இது மாதிரி. ஆனா அந்த லோடு மட்டும் இன்னொரு கைக்கு போச்சு, எல்லாம் തീർന്നു. ഒരു ചെക്ക് പോസ്റ്റ് വഴി ആ വണ്ടി ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. അതിന്റെ അർത്ഥം ലോഡ് ഈ ഏരിയയിൽ നിന്നും പോയിട്ടില്ല. പിന്നെങ്ക പോച്ച് செல்லப்பன் തിരിച്ചു പോകാൻ സാധ്യത ரொம்ப കമ്മി. പിന്നെ വന്നാൽ ഈ പള്ളിക്കരയ്ക്ക്. இந்த பள்ளிக்கரையில் ஒரே ஒரு அபகடகாரி மட்டும்தான் உண்டு, பைலி. ബോംബെ വാല ഫാൻറ്റം പൈലി. വിട്ടേരുടെ പൈലി, അത് പോലീസാ. ആരായാലും പൈലിയുടെ മെക്കിട്ട് കയറിയവൻ ഇനി ഒറ്റക്കണ്ണനായിട്ട് പോയാൽ മതി. ഗുഡ് മോർണിംഗ് സാർ. എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. അച്ഛോ, എന്താ? ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ഈ ഫാൻറ്റം ബൈലി സാറിനെ SIക്ക് ഒന്ന് കാണണമെന്ന്. ധൃതിയില്ല, പതുക്കെ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. അതെന്ത് എനിക്കൊരു താമസവും ഇല്ല. 2 മിനിറ്റ്. അച്ഛോ, ടൂത്ത് പേസ്റ്റ് എവിടെ ഇരിക്കുന്നത്? പല്ല് തേക്കാൻ വരട്ടെ. അതെ, പൈലി ഇവിടെ ഇല്ല. അപ്പൊ ഇത് ഫാൻറ്റം പൈലി അല്ല, വേറെ ഏതോ ഒരുത്തൻ. വന്നേ. ഇന്നലെ രാത്രി തന്നെ പൈലി ബോംബെക്ക് പോയി. അച്ഛോ, മിണ്ടരുത്. എവിടെ പോയി? ബോംബെക്ക്. എന്നാ വിട്ടോ. അച്ഛൻ ഇത്ര പേടിച്ചു ദൂരി ആയിപ്പോയില്ലേ? വേറെ ഒരു ലോക്കൽ SIയെ പിടിച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ പൊരുന്നിരിക്കാന്ന് വെച്ചാൽ നല്ല കാര്യമായിപ്പോയി. അവൻ ഇന്നലെ എന്നാ പോക്കിരിത്തരോ കാണിച്ചോന്നറിയോ? ഓർക്കുമ്പോ എന്റെ ചെറുവിരലെന്ന് ഇങ്ങനെ പെരുത്ത് കയറുക. അവന് സ്റ്റേഷനിൽ കയറി അടി കൊടുക്കേണ്ടത്. അതിനൊക്കെ നമുക്ക് വേറെ ചാൻസ് കിട്ടും മോനെ. എനിക്ക് ആ പാവം പിടിച്ച ASIയുടെ കാര്യം ഓർത്തിട്ടാ. പട്ടക്കാരന്റെ ചെലവ് കാശ സ്വോത്രപ്പണം. അതിന്ന് കൈക്കൂലി മേടിച്ചവന്റെ ഗതി. അവന്റെ 7 തലമുറ കഞ്ഞി കിട്ടാതെ പോവല്ലോ തമ്പുരാനെ. അവൻ പോയി അല്ലേ? ഫാൻറ്റം പൈലി പോയി അല്ലേ? എവിടാ പൈലി? എനിക്കറിയില്ല സാറേ, ഇന്നലെ ഷാപ്പിൽ വെച്ച് കണ്ടതാ.
കാഴ്ച കാണാൻ നിൽക്കുന്നു. കോറി അടച്ചു പൂട്ടുക, കോറി അടച്ചു പൂട്ടുക. അധികാരികളെ കേട്ടോളൂ, ഒന്നിച്ചൊന്നായി പറയുന്നു, ഒരേ സ്വരത്തിൽ പറയുന്നു, ചോര കൊടുത്തും ജീവൻ കൊടുത്തും കോറി ഞങ്ങൾ പൂട്ടിക്കും. കാഞ്ചിയാർ ഡാമിനെ രക്ഷിക്കുക, കോറി അടച്ചു പൂട്ടുക, കോറി അടച്ചു പൂട്ടുക. പെരുമാളിന്റെ ഗുണ്ടായി അവസാനിപ്പിക്കുക. പോലീസ്, പോലീസ്, പെരുമാളിന്റെ ഗുണ്ടായി അവസാനിപ്പിക്കുക. എസ് ഐ സെബാസ്റ്റ്യൻ നീതി പാലിക്കുക, എസ് ഐ സെബാസ്റ്റ്യൻ നീതി പാലിക്കുക. എടോ ഗാന്ധിപ്പിള്ളെ, കോടതി വിധിയുടെ പരസ്യമായ ലംഘനമാണിത്. അതായത് കോർട്ടലക്ഷ്യം. അതുകൊണ്ട് വെറുതെ ഒരു സീൻ ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. ആ ലോറികൾ അങ്ങ് പൊക്കോട്ടെ. നടക്കില്ല സാറേ. ഇങ്ങനെ പോ, ഇങ്ങനെ. എന്ത് കോർട്ട് പോ. പൈലി വേണ്ട, എന്റെ ചെറുക്കന്റെ കല്യാണത്തിനെടുത്ത് നീ കത്തിക്കും അല്ലടാ? അതേടാ ഞാനാ കത്തിച്ചത്. ഇനി നിന്റെ ഉഴവാ. വാടാ. பைத்தியம் பிடிச்சிருக்கு. யோ பிடிங்க அவனை. கொஞ்சமாக அறிவு இருக்கா? அவனுக்கு ஏதாவது ஒன்று ஆயிடுச்சுன்னா இப்போ குவாரி கீரி எல்லாமே போயிடும். കൊല്ലും ഞാനിവനെ. ഫാൻറ്റം പൈലി. നീ എവിടം വരെ പോയാലും നിനക്കുള്ള പണി പൈലി തന്നിരിക്കും. നല്ല ഒന്നാം തരം പുലിപ്പാലി തന്നെ. നിനക്ക് ഞാൻ പണി തരും സെബാസ്റ്റ്യ. നീ നോക്കിക്കും. சமரக்காரருக்கு இத்தனை நாளே ஒரு ஸ்ட்ராங்கான லீடர் எல்லாம் இருந்தது. இப்போ நீ அவன் லீடர் ஆகும் போட்டு இருக்கே. பத்ரா வண்டி ஏறா.